പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം കർത്താവേ, നിന്റെ വലിയ കരുണ, അനന്തമായ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ സമയമാണ്. കാൽവരിയിൽ 3 ആണികളിൽ മനുഷ്യവംശത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച നിമിഷം, അവസാനത്തുള്ള രക്തം പോലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി എൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ലോകത്തെ കാണിച്ച ആ മഹനീയമായ നിമിഷം ഈശോയെ, ഈ മണിക്കൂറിൽ നിൻ്റെ പീഡാനുഭവത്തെയും നിൻ്റെ സഹനങ്ങളെയും ഒക്കെ ധ്യാനിക്കുന്നവരെ നിൻ്റെ സ്വന്തമാക്കി മാറ്റുവാന്ന് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ 1 മണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ മുഖത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതായത് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവരുടെ ജീവിതങ്ങളെല്ലാം മാറി. ഈശോയുടെ അടുക്കൽ വന്നവരും ഈശോയെ തൊട്ടവരും ഈശോയുടെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരുടെയൊക്കെ ജീവിതങ്ങൾ മാറുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് അവരുടെ ജീവിതങ്ങൾ മുഴുവനും കരുണയുടെ ജീവിതങ്ങളായിട്ടാണ് മാറുക. പിതാവായ ദൈവം മനുഷ്യവംശത്തിന് നൽകിയ ആ വലിയ സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈശോ മിശിഹ തന്നെയാണ്. അതായത് കരുണയായ ഈശോയെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആളുകളുടെ ജീവിതങ്ങൾ മാറി. നമുക്കറിയാം, ഒത്തിരിയേറെ ആളുകൾ, പാപിനിയായ സ്ത്രീ ഒത്തിരിയേറെ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, അവൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളിലും കർത്താവിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ, കർത്താവിൻ്റെ കരുണ അനുഭവിച്ച നിമിഷം മുതൽ അവളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. പിന്നീട് അവളുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കൂടെ നടക്കുന്നവളാണ്. ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും, അതുപോലെ തൻ്റെ ജീവിതം തൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങളെക്കാൾ അധികമായിട്ട് എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വളരുന്ന പാപിനിയായ സ്ത്രീയെ കാണാൻ പറ്റും. മഗ്ദലന മറിയത്തെയാണ് അവർ സൂചിപ്പിക്കുക. വീണ്ടും നമ്മൾ കാണുന്ന വ്യക്തിയാണ് ലേവി. ചുങ്കക്കാരനായിരുന്നു. ഈശോയുടെ കരുണാർദ്രമായ ആ ഒരു വിളി കേട്ട് അതിനോട് പ്രത്യുത്തരം നൽകി കഴിഞ്ഞപ്പോൾ പിന്നീട് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നു. ഈശോയുടെ കരുണയെക്കുറിച്ചൊക്കെ വാചാലമായി ആദിമസഭാ സമൂഹത്തെ പഠിപ്പിക്കാനൊക്കെ ഒത്തിരിയേറെ ത്യാഗമെടുത്തൊരു അപ്പസ്തോലനാണ് വിശുദ്ധ മത്തായി. ഇന്ന് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ കണ്ടുമുട്ടിയവരും ഈശോയുടെ കരുണ അനുഭവിച്ചവരുമായ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു വലിയ മാറ്റം, അവർ ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് സഭ ഔദ്യോഗികമായി കൃത്യമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു കരുണയുടെ അമ്മ എന്ന പേരിൽ വലിയ ഒരു ടൈറ്റിൽ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നൊരു വലിയൊരു വിശേഷണമാണ് പരിശുദ്ധ അമ്മ കരുണയുടെ മാതാവാണ്. ഈ ഒരു കാര്യം പറഞ്ഞു വയ്ക്കാനുള്ള പ്രധാന കാരണം, ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണ ഈശോയാണെങ്കിൽ ഈശോയെ ലോകത്തിലേക്ക് നൽകുവാനായിട്ട് സഹായകമായത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ചേർന്ന ഒരു വിശേഷണമാണ് കരുണയുടെ അമ്മ എന്നുള്ളത്. അതായത് ദൈവത്തിൻ്റെ അമ്മയായി, അതുപോലെ തന്നെ
ദൈവത്തിൻ്റെ കരുണയെ ലോകത്തിലേക്ക് നൽകിയ അമ്മയായി മാറിയ പരിശുദ്ധ അമ്മയെപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളും അപ്രകാരമായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈശോയെ ലോകത്തിലേക്ക് നൽകിയത് മാത്രമല്ല, കരുണയുടെ മാതാവായി തീർന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി കരുണയായി മാറാനായിട്ട് ഓരോ ജീവിത സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കരുണയായിട്ട് മാറാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ കൃത്യമായിട്ടും വചനം പറയുന്നത്, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മ അവരുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ്, ആ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് കരുണയോടെ ഇറങ്ങി വരുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതായത് നല്ല സമറായനെ കുറിച്ച് പറഞ്ഞു. നല്ല സമറായൻ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയാണ്, അവൻ്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞവനെ സഹായിക്കുന്നവനാണ്, അവനോട് കരുണ കാണിച്ചവനാണ്. അതുകൊണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് നമ്മൾ നല്ല സമറായൻ്റെ ഉപമയിൽ ഈശോ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ അടുക്കളയിലൊക്കെ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവൻ. ഈശോ പറയുന്നതും ഈശോ പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുക, നീ അത്ഭുതങ്ങൾ കാണുക. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധ അമ്മ കരുണയുടെ ഒരു വലിയ നിറകുടമായിട്ട് മാറുകയാണ്, കരുണയായിട്ട് മാറുകയാണ്. നമ്മൾ കരുണയായ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതവും കരുണയുടെ ജീവിതമായിട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരുണയുടെ മുഖമായിട്ട് മാറാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകും. ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്വപ്നത്തോട് നമ്മുടെ ജീവിതങ്ങൾ ചേരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ബോധ്യം നമ്മളിലൊക്കെ നിറയാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് നിത്യജീവൻ ആവശ്യമാണ്. നിത്യജീവന് വേണ്ടി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ മേന്മകളോ ഞങ്ങളുടെ അധികാരങ്ങളോ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയാണ് നിൻ്റെ ദയ. നിൻ്റെ ദയയിലാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയം വയ്ക്കുന്നത്. അങ്ങനെ ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കും. ഈ ഒരു തിരുമണിക്കൂർ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയിൽ ഞാൻ പൂർണ്ണമായി ശരണം വയ്ക്കുന്നു, ആശ്രയിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ ഈ മണിക്കൂറിലൂടെ കടന്നു പോകുക. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കരുണ അനുഭവിച്ച നമ്മുടെ ജീവിതങ്ങൾ കരുണയുടെ ജീവിതങ്ങളാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നമ്മളെ സഹായിക്കുന്ന ഏതെങ്കിലും രീതി നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ, അവരോടൊക്കെ കരുണയോടെ പെരുമാറുവാനും കരുണയുടെ മുഖങ്ങളായിട്ട് മാറുവാനും നമുക്ക് സാധിക്കാറുണ്ടോ? ഒത്തിരിയേറെ മാനസികമായ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, കുടുംബത്തിൻ്റെ തകർച്ചകളിലൂടെയൊക്കെ ഒത്തിരിയേറെ ആളുകൾ കടന്നു പോകുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് മാറാൻ, കരുണയുടെ ഒരു മുഖമായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. നമ്മുടെ അനുഗ്രഹം നമ്മുടെ ജീവിതം പോലും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെയൊക്കെ സാന്നിധ്യം അത് എപ്രകാരമാണെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു മണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നിരവധി ആളുകൾ അവരുടെ നിയോഗങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായി അയച്ചു തന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കടബാധ്യതയിലും ശാരീരികവും മാനസികമായ വേദനകളിലും ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒത്തിരിയേറെ മക്കൾ, വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒത്തിരിയേറെ മക്കൾ, എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിക്കാതെ നിന്റെ ചങ്കോട് ചേർത്ത് പിടിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ കർത്താവെ, ആ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച്
കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും